സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ശരിക്കും എംബിയിൽ ഒരു പാട്ടുകാരനായില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അത് ഞാൻ ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂവിൽ അതിനെ പറഞ്ഞു വെച്ചാൽ ഞാനൊരു ദുബായിക്കാരനാവും, ഒരു പ്രവാസിയായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഒരു പ്രവാസിയായിട്ടുണ്ടാവും. അത് പൊതുവേ ഈ മലബാർ ഏരിയയിലൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ പഠിച്ച് പാസ്സായില്ലെങ്കിലും ദുബായിക്ക് വിടാ. അല്ല, പഠിച്ചെനിക്കൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഡിഗ്രി ഏകദേശം ഇതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെയുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ദുബായ് ആണ്. ദുബായ് പോയാണ്ട് രക്ഷപ്പെടുന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. രക്ഷപ്പെടലെന്നല്ല, ഒരു രക്ഷപ്പെടലല്ല, പക്ഷേ നമുക്ക് പിന്നെ മുന്നോട്ട് പോകണ്ടേ, മൂവ് ചെയ്യണമല്ലോ. അതിന് ഇപ്പോഴത്തെ ആളുകൾ, അത് ഈ ജനറേഷനിലുള്ള ആളുകളുടെ പാട്ടിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല, ഭയങ്കര പേക്കൂത്ത് കാണിക്കുന്ന എന്തൊക്കെയോ വെറുതെ ട്രെൻഡിങ് ആവാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതായത് ഭയങ്കര മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പാട്ട് ഇറക്കുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമുള്ള പാട്ടുകളാണെന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട്. ആ പറയുന്ന ആളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല. ഇപ്പോഴും നല്ല പാട്ടുകളുണ്ട്, അന്നും നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ കേൾക്കാത്തതിൻ്റെ പ്രശ്നം ഞാൻ പറയില്ല. ഇപ്പോഴത്തെ എല്ലാ പാട്ടും കേൾക്കുന്നില്ല. ഇതേപോലത്തെ ചില എല്ലാ പാട്ടുകളും കേൾക്കണം, അപ്പോഴേ ഇതിനൊന്ന് മനസ്സിലാവുള്ളൂ. നോർമൽ ഇപ്പോൾ എത്ര ആർട്ടിസ്റ്റുകൾ, നല്ല നല്ല പാട്ടുകൾ എഴുതുന്ന എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, എത്ര പാട്ടുകളുണ്ട്. പാട്ടുകൾ ഹിറ്റാവണ പാട്ടുകൾ മാത്രമല്ലല്ലോ നല്ല പാട്ടുകൾ, ഹിറ്റാവാത്തതാണെങ്കിലും നല്ല പാട്ടുകളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ കുറേ കണക്റ്റ് ആവുന്ന കുറേ പാട്ടുകളുണ്ട്. അത് കേൾക്കാത്തതുകൊണ്ടാണ് എനിക്ക് വന്ന് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് പണ്ടത്തെ നല്ല പാട്ടും ഇപ്പോഴത്തെ മോശം പാട്ടും പേക്കൂത്തൊന്നും അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണ്. നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇന്നും ഉണ്ട്. എംബിഎല്ലിന്റെ സോങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആളുകൾ കേട്ടിട്ടുള്ളതും ഇപ്പോഴും ഫാൻ ബേസ് കൂടുതലുള്ളത് മലയാളിക്കായിരിക്കും. അപ്പൊ ഈ മലയാളി എന്നുള്ള സോങ് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കില്ല? അതാണ് എൻ്റെ ഫസ്റ്റ് മില്യൺ അടിച്ച ട്രാക്ക്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ട്രാക്ക്. അത് ഭയങ്കര ഒരു രസമുള്ളൊരു ട്രാക്കായിരുന്നു. അന്ന് നല്ല ഹിറ്റായിരുന്നു ആ പാട്ട്. ഇന്നും ആൾക്കാരൊക്കെ പാടുന്നുണ്ട്, പിള്ളേരൊക്കെ പാടുന്നത് ഞാൻ കാണലുണ്ട്, കവറൊക്കെ കാണലുണ്ട്. നല്ല പാട്ടല്ലേ? അത് നല്ല പാട്ടാ. ശരിക്കും അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതോ? അതന്നെ, മച്ചത്താവല്ലേ നീ നെഞ്ചത്താക്കല്ലേ, കയ്യിൽ ഒരു കായും വെച്ച് ബേജാറാക്കല്ലേ, മഞ്ചയിലിരിക്കല്ലേ, പിന്നെ ബിലാലെ നീ എന്ത് പറയണത്, അലാക്കിന്റെ കഥ ചൊല്ലിച്ചിരിക്കണത്, മിണ്ടാതെ കയ്യും കെട്ടി നോക്കണത്, ചെങ്ങായിന്റെ തല തല്ലി പൊളിക്കണ്. ആ പോർഷൻ അതന്നെയാണ് എല്ലാവർക്കും കണക്ട് ആയെന്ന് തോന്നുന്നുണ്ട്. ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ഭാഗങ്ങളെല്ലാം ഉള്ളത്. അത് അങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയാണ് അതിന്റെ വീഡിയോസും. ഇതൊന്നും അല്ലാണ്ട് അത് ഏറ്റവും കൂടുതൽ കവർ സോങ് ഇറക്കാത്തതിൽ ഏതെങ്കിലും വേറൊരു പാർട്ടുണ്ടോ ശരിക്കും പടം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള? പേഴ്സണലി ഇഷ്ടപ്പെട്ട മലയാളിയിൽ അതന്നെയാണ് ഞാൻ പറഞ്ഞില്ല, ബിലാലെ നീ എന്ത് പറയണത് അലാക്കി. അതന്നെയാണ് എനിക്കും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. പക്ഷെ എല്ലാവരും മച്ചത്താവല്ലേ നീ, അതാണ് എല്ലാവർക്കും ഒരു ക്യാച്ച് ആയതെന്ന് തോന്നുന്നുണ്ട്. സാധാരണ മജ്ജത്ത നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ മരിക്കരുത് ആ ഒരു ആണല്ലോ ശരിക്കും. അപ്പൊ ചില വാക്കുകൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഏരിയയിലായതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഇത് പ്രോപ്പർ ഞാൻ പറഞ്ഞില്ലേ, ഇത് മജ്ജത്താവല്ലേ എന്ന് പറയുന്നത് പ്രോപ്പർ മലപ്പുറം സ്ലാങ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളവിടെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമ്മളവിടെ മയ്യത്താവൽ എന്നാണ് പറയില്ല, മജ്ജത്താവ് എന്ന് പറയില്ല. മലപ്പുറത്ത് തന്നെ ഞാൻ വേറെ സ്ഥലം, പക്ഷേ ഇത് പ്രോപ്പർ മലപ്പുറം മജ്ജത്താവല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ. പിന്നെ ഞാൻ ചില വാക്കുകളൊക്കെ ഞാൻ തമിഴ് ഇതൊക്കെ ആഡ് ചെയ്യലുണ്ട്. അപ്പം പിന്നെ എൻ്റെ ഒരു തമിഴ് സോങ് വരുന്നുണ്ട് കമ്മിങ് സൂൺ. എടുക്കുന്നില്ലേ? മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഫാൻസ് ഉണ്ടാക്കാൻ പോവാണ്. അല്ല, അങ്ങനെയല്ല, ഒരു ഒന്നും മാറ്റി പിടിക്കാൻ കുറെ മലയാള പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു തമിഴ് പാട്ടും കൂടി. ഇവിടെ ഈ മലയാളികളുടെ ഇടയിൽ ഇല്ലെങ്കിൽ മലബാർ ഏരിയയിൽ മാത്രം ഫേമസ് ആയാൽ മതി, ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടൊക്കെ ഫേമസ് ആവണ്ടേ? അല്ല, അതന്നെയല്ലേ എല്ലാവരും ആഗ്രഹം. നമ്മള് ഈ മലബാർ എന്നുള്ള ഒരു ഇതിനെ വേൾഡ് വൈഡ് എത്തിക്കാന്നുള്ളതല്ലേ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഈ മലബാറിനെ വേൾഡ് വൈഡ് ആയിട്ട് എത്തിക്കാനാണ് മലബാർ സ്ലാങ്. അതാണ് ഇന്നിപ്പോ നമ്മള് പഞ്ചാബി പാട്ടുകൾ വേൾഡ് ഫേമസ് ആണ്. പഞ്ചാബി സ്ലാങ്ങിലുള്ള പാട്ടുകൾ നമ്മളവിടെ കേൾക്കുന്നില്ല. പഞ്ചാബി പാട്ടുകൾ നമ്മളെ മലബാർ സോങ് ഓൾറെഡി മല്ലൂസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ കുറേ ഈ മലയാളം സോങ്സ് തന്നെ പല വേൾഡ് വൈഡ് എല്ലാ സ്ഥലത്തും ഫേമസ് ആണ്. നമ്മുടെ ഈ മലബാർ സ്ലാങ്ങിലുള്ള പാട്ടും കൂടി ഇനിയിപ്പം വരാൻ വിത്തിൻ ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും വേൾഡ് ഫേമസ് ആവും.